ഹലോ ഗൈസ്, നമുക്കിന്നൊരു പണിയാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് അരിൻ്റെ കൂട്ടെടുത്തിട്ടുണ്ട്. ദോശക്കല്ല് അരക്കുന്നത് പോലെ അരച്ച് വെച്ചു. അതിന് മല്ലിച്ചപ്പ്, കറിവേപ്പില, സവാള, പച്ചമുളക്, ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി. എന്നിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കട്ടെ ഗൈസ്. ഇഞ്ചിയും കൂടി ഞാൻ അതിലേക്ക് മുറിച്ചിടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇഞ്ചിയും കൂടി ഞാൻ ഇതിലേക്ക് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇനി ഞാൻ കാര്യം അടുപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കട്ടെ. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ കാര്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് ഗൈസ്. ഇതാ. അപ്പം അതിലേക്ക് അത് കാഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ കാഞ്ഞിട്ടിട്ട് ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഓരോന്ന് കുണ്ടിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. കുണ്ടിലേക്ക് നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം ഗൈസ്. അപ്പം അങ്ങനെയുള്ള കുണ്ടിലേക്ക് നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. കായട്ടെ. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടിവിടെ റെഡിയാണ്. ഉപ്പെല്ലാം പാകത്തിനല്ലേന്നൊന്ന് നോക്കാം. അതെ ഉപ്പെല്ലാം പാകത്തിന് തന്നെ, ഒന്നും പറയാനില്ല. അപ്പം ഞാൻ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാം. പനിയാരം അങ്ങനെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. എണ്ണ കാഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഒഴിച്ച് നോക്കട്ടെ ഗൈസ്. അപ്പം അതങ്ങനെ ആവട്ടെ. ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചിടാം. നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട് ഗൈസ്. ഉള്ളിൽ നിന്നങ്ങനെ പൊട്ടിയും വരുന്നുണ്ട് ഗൈസ്. അവരിങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഗൈസ്. ഒന്ന് തിരിച്ചിടാൻ നമുക്ക്. അപ്പോൾ ആ ഭാഗവും വെന്തോളും. അപ്പോൾ ഗൈസ് നമുക്ക് തിരിച്ചിടാം. വരൂ. ഇത്രപ്പാട് ഒഴിക്കണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. കുഴി നിറച്ചും ഒഴിക്കണ്ട ഗൈസ്. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. കുഴി നിറച്ചും നമുക്ക് ഇനി ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് പൊന്തി വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. ഞാൻ ആദ്യമായിട്ട് ചുടുന്നതാണ് ഗൈസ്. ഇതുവരെയും ചുട്ടിട്ടില്ല കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ചുട്ട് നോക്കുന്നതാണ്. എന്താവും എന്നറിയാത്തതുകൊണ്ട്. അപ്പോൾ പ്രശ്നമില്ല, കിട്ടുന്നല്ലോ. പക്ഷേ ഇത്രയും ഒഴിക്കണ്ട. കുഴി നിറച്ച് ഒഴിക്കണ്ട. കുഴിയിൽ പകുതി മാത്രമേ ഒഴിക്കണ്ടൂ. അപ്പോഴാണ് അതിൻ്റെ ശരി. പകുതി ഒഴിച്ചാലാണ് നല്ല കണ്ടീഷനിൽ കിട്ടുന്നത്. അങ്ങനെയാണ് വേണ്ടത്. അത് പറ. ഇതെനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ചുടുന്നതായതുകൊണ്ടായിരിക്കണം. ഇതിനെ പറ്റിയിട്ട് വലിയ ഇതില്ല.
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫുള്ള് ഒഴിക്കേണ്ട പണിയില്ല. അപ്പോൾ അടുത്തതിന് നമുക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് മാത്രം ഒഴിക്കുക കൂട്ട്. ആദ്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോൾ എടുത്തിട്ട് വെക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി ഞാൻ അത്രയും ഒഴിക്കുന്നില്ല ഗൈസ്. ഇനി ഞാൻ കുറച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഫുൾ കുഴി നിറയ്ക്കുന്നില്ല കേട്ടോ. കുറച്ച് മാത്രം ഒഴിക്കാം. അപ്പോൾ അത് പൊന്തി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, അതങ്ങനെ പൊന്തി വന്നിട്ടാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. കുറച്ച് മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഞാനെല്ലാം ചുട്ട് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗൈസ് എൻ്റെ പണിയാരെല്ലാം ഏകദേശം ചുട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ദൂരെ ദൂരെയൊരമ്മ കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തുനി. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണേ. എല്ലാം റെഡിയായില്ലേ? ഓഫാക്കി. അപ്പം എൻ്റെ പണിയാരെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എത്രയാണ് ഞങ്ങൾക്ക് ആ കൂട്ടിനെ കൊണ്ട് കിട്ടിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ട, ആ അരിക്കൂട്ടിനെ കൊണ്ട് ഇത്രയാണ് കിട്ടില്ല. അപ്പം ഞാനിത് സാമ്പാറും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ചമ്മന്തി അരച്ചിട്ടില്ല. ഇനി അതിനായിട്ടൊരു ചമ്മന്തി ഒന്നും അരക്കാൻ കഴിയല്ല എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി സാധനം. കണ്ട, സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി സാധനമാണ്. സൂപ്പർ. അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സാമ്പാറും കൂട്ടി ഞാനിത് കഴിക്കും. ഇപ്പം ഇതെല്ലാം ഞാനിപ്പം കഴിക്കൂലേ. എനിക്ക് അത്ര പാടൊന്നും വേണ്ട. 2 അല്ലേ 3 അതിലധികം വേണ്ട. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.